കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ജീവനുണ്ട്. ഇത് നമ്മുടെ ഗോകുലല്ലേ? അതെ. ഗോകുലേ 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 ഇവിടെ താമ്പോ ഒരു വണ്ടി വിളിക്കും. ഇപ്പൊ വിളിക്കാം. ഗോകുലേ ഗോകുലേ. ഹലോ ഹലോ ഡി കെ, ഞാൻ കുട്ടമ്പിള്ളേ. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങിയ വഴിക്ക് ഗോകുല് പറമ്പിൽ കിടക്കുന്ന കണ്ടു. ശരി, ഞാൻ ഉടനെ എത്താം. ജ്യോതി, ഗോകുലിനെ കിട്ടി. ഗോകുലിനെ കിട്ടിയെന്നോ? എന്നിട്ട് എവിടെ? നിന്റെ അച്ഛന്റെ കൂട്ടുകാരനെ ഇപ്പൊ വിളിച്ചത്. ഗോകുൽ ഹോസ്പിറ്റലുണ്ട്. ഞാൻ പോയിട്ട് പോരാം. തൽക്കാലം അവരോട് ആരോടും ഒന്നും പറയണ്ട. ഞാൻ ചെന്നിട്ട് എന്താ കാര്യം എന്നറിയട്ടെ. അല്ല, എന്താണെന്നൊന്ന് പറഞ്ഞിട്ട് പൊയ്ക്കൂടെ? ഞാൻ വന്നിട്ട് പറയാം. ഹിറ്റ്ലറെ, നിക്ക്. എന്താ കാര്യം? എന്താ പറ്റിയേ? ഞാൻ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? പേടിക്കാനൊന്നുമില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ മയക്കങ്ങ് മാറിക്കോളും. വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു കാലിന് പൊട്ടലുണ്ട്. പിന്നെ പുറത്തുള്ള ചെറിയ മുറിവുകളൊന്നും കാര്യമാക്കേണ്ടതില്ല. ഇന്റേണൽ ഇഞ്ചുറീസ് ഒന്നുമില്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാനിപ്പോ എവിടെയാ? നിങ്ങളിപ്പോ ഹോസ്പിറ്റലിലാ. ദാ വലത് കാലിന് ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അത്രേ ഉള്ളൂ. കിടന്നോ കിടന്നോ, പേടിക്കാനൊന്നുമില്ല. എല്ലാം വേഗം ശരിയാവും. നിങ്ങളാണോ ഗോകുലിനെ ഇവിടെ എത്തിച്ചത്? അതെ, രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോഴാ അവിടെ വഴിയിൽ ഉപേക്ഷിച്ച നിലയിൽ ഇയാളെ കണ്ടത്. ആരോ നല്ലപോലെ പെരുമാറിയിട്ടുണ്ട്. ആരാടാ? ആരാ നിന്നോട് ചെയ്തത്? അവനാ, ആ വിഘ്നേഷ്. പിന്നെ ആ മൂർത്തിയും കൂടെ ഉണ്ടായിരുന്നു. അവനാ എന്റെ കാലൊടിച്ചത്. ഡി കെ, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി, നിങ്ങൾ ചെയ്തത് വലിയ ഉപകാരമാണ്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ശരി. വേദന സഹിക്കാൻ പറ്റുന്നില്ല ഡി കെ. ഡി കെ, ഇപ്പോ ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട. നമ്മൾ അങ്ങോട്ട് കൊടുത്തതിന് അവൻ മറുപടി തന്നെയാണെന്ന് വിചാരിച്ചാൽ മതി. തൽക്കാലം ഇതുകൊണ്ടെല്ലാം അവസാനിക്കുമെങ്കിൽ അവസാനിക്കട്ടെ. ഇനി ഒരു വഴക്കിനും പോണ്ട. ഗോകുൽ, നിങ്ങൾ 3 പേരിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കുന്നത് അതെനിക്ക് സംഭവിക്കുന്ന പോലെയാ. ഇത് നിന്നെയല്ല, എന്നെ തല്ലിയതാ. ഇതിന് മറുപടി കൊടുക്കാതെ ഞാൻ അടങ്ങില്ല. വേണ്ട ഡി കെ, ഇത് വിട്ടേക്ക് പ്ലീസ്. ഡി കെ, ഇതെൻ്റെ ഒരു റിക്വസ്റ്റാ.
എല്ലാം ഇവിടം കൊണ്ടങ്ങ് തീരട്ടെ. താരേച്ചി ഇങ്ങനെ കരയാതെ. ഗോകുലേട്ടന് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഗോകുലേട്ടനെ കാണണം. ആരെങ്കിലും എന്നെ ആശുപത്രി കൊണ്ടുപോ. മായച്ചി എന്നൊന്ന് അവിടെ വരെ കൊണ്ടുപോ. ശ്രീയേട്ടാ എന്നൊന്ന് ഗോകുലേട്ടന്റെ അടുത്തേക്ക് കൊണ്ടുപോ. എനിക്ക് എന്റെ ഗോകുലേട്ടനെ കാണണം. എന്താ പറ്റിയതെന്ന് എനിക്ക് അറിയണം. ഗോകുലിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോ അവിടുന്ന് വരുന്ന, നമുക്ക് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകാം. പറ്റില്ല, എനിക്കിപ്പൊ പോണം. ഇപ്പൊ കാണണം. എനിക്കറിയാം എന്തോ അപകടമുള്ളതുണ്ടാ. മനഃപൂർവ്വം എന്നിവിടെ കൊണ്ടുപോകാതിരിക്കുക. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാനിവിടെ കെട്ടി തൂങ്ങിച്ചാവും. എനിക്ക് എന്റെ ഗോകുലേട്ടനെ ഇപ്പൊ കാണണം. എന്താ താരേ ഇത്? നീ ഇങ്ങനെ കരഞ്ഞ് ബഹളം വെക്കാതെ. ഗോകുലിന് കുഴപ്പമൊന്നുമില്ലാന്ന് ഇവര് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്റെ ഗോകുലേട്ടനെ കാണാതെ ഞാൻ ഒന്നും വിശ്വസിക്കില്ല. എനിക്ക് ഹോസ്പിറ്റലിൽ പോണം. ഗോകുലേട്ടനെ കാണണം. എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഓടും. പ്ലീസ്. ശ്രീറാമേ, ഒരു കാര്യം ചെയ്യ. ഗൂഗിളിനെ ഒന്ന് ഫോണിൽ വിളിച്ചു കൊടുക്ക. താരൊന്ന് സംസാരിക്കട്ടെ. ഇവളുടെ ഈ കരച്ചിൽ മാറാൻ ഇനി അതേ ഉള്ളു മാർഗം. ഹലോ. ഹലോ ലിനി, ഇത് ഞാനാ ശ്രീറാം. ഫോണൊന്ന് ഗോകുലിന് കൊടുക്കോ? ഫോൺ. ഹലോ. ഗോകുൽ ലൈനിലുണ്ട്, സംസാരിച്ചോ. ഗോകുലേട്ടാ. താരേ, എന്തു പറ്റി ഗോകുലേട്ടാ? എനിക്ക് ഗോകുലേട്ടനെ ഇപ്പൊ കാണണം. ഞാൻ അങ്ങോട്ട് വരിക. ഏയ്, നീ പേടിക്കണ്ട. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ കരയണ്ട. അവര് പറഞ്ഞില്ലേ നിന്നോട് കാര്യങ്ങളൊക്കെ? നീ സാവധാനം ഇങ്ങോട്ട് വന്നാ മതി. എടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല, നിങ്ങൾ എല്ലാവരും കൂടെ എന്നോട് എന്തോ മറച്ചു വെക്കുക. എനിക്ക് ഗോകുലേട്ടനെ കാണണം. ഞാനിപ്പോ വരിക. എന്നെ അങ്ങോട്ട് കൊണ്ടുവരാൻ ഇവരോട് മര്യാദയ്ക്ക് പറ. എനിക്കിപ്പോ കണ്ടേ പറ്റൂ. താരേ, ഹലോ. ചേട്ടൻ, നമുക്ക് പോവാം. ശ്രീറാം, ഇനി താമസിപ്പിക്കണ്ട. താരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. എന്തായാലും സംഭവിച്ചെന്താന്ന് താരയും കൂടി അറിയട്ടെ. നിങ്ങൾ വേഗം ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ല്. എന്നാ പിന്നെ വേഗം റെഡിയാവുക. വാ ശ്രീയേട്ടാ, നമുക്കും റെഡിയാവാം. താരെ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഹോസ്പിറ്റലാണ്. അവിടെ ചെന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. ഞാനൊന്ന് അവിടെ ചെല്ലട്ടെ. ഗോകുലിന് എന്താ പറ്റിയെന്ന് അറിയട്ടെ. എല്ലാവരും എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ മരിച്ചിട്ടൊന്നുമില്ലല്ലോ. ഒരു കാലൊടിഞ്ഞെന്നല്ലേ ഉള്ളൂ. അത് പെട്ടെന്നങ്ങ് ശരിയാവും. എന്നാലും നിനക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയത് ഞങ്ങൾക്ക് ആർക്കും സഹിക്കാൻ പറ്റില്ല. എത്ര വേദന സഹിച്ചാണ് എന്റെ ഗോകുലേട്ടൻ. അവന്മാരുടെ കൈയും കാലും ഇതുപോലെ തല്ലി ഒടിക്കണം. ഡീക്കെ, നീ എന്തൊക്കെയാ പറയുന്നത് താരെ? അതൊന്നും വേണ്ട. അതിന്റെ ഒന്നും ആവശ്യമില്ല. ദേ ശ്രീയേട്ടാ, ബാലു, നിങ്ങളാരും ഇപ്പം തിരിച്ചടിക്കാനൊന്നും നിൽക്കണ്ട. ഇതൊക്കെ വിഘ്നേഷ് എന്നോടുള്ള ദേഷ്യം തീർത്ത. എന്നെ നേരിട്ട് ആക്രമിച്ചാൽ എനിക്ക് വേദനിക്കില്ലെന്ന് അവന് നല്ലപോലെ അറിയാം. എനിക്ക് വേദനിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേദനിക്കണം. അതുകൊണ്ടാ അവൻ നിങ്ങളെ ഓരോരുത്തരെയായി നോട്ടം ഇട്ടിരിക്കുന്നത്. അന്ന് അവന് തല്ലു കൊടുത്തപ്പോ ഞാൻ അവന്റെ നെഞ്ചിലൊരു ചവിട്ടിയില്ലേ? അതുകൊണ്ടാ
ആ ചവിട്ടിയ കാല് തന്നെ അവൻ തല്ലി ഓടിച്ചത്. ഇനി ഇവിടെ നിന്ന് എന്റെ നിയന്ത്രണം വിട്ടുപോകും. എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്കിത് കണ്ടിട്ടൊട്ടും താങ്ങാൻ പറ്റുന്നില്ല. ഡിക്കെ ഞങ്ങളുടെ കൂടെ ഒരുമിച്ചുണ്ടായിരുന്നവനല്ലേ. അവനെ ഒറ്റയ്ക്ക് തെരഞ്ഞു പിടിച്ച ആ വിഘ്നേഷ് ആക്രമിച്ചത്. അതിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ ഡിക്കെ. എന്നിട്ടും അവൻ പറഞ്ഞു കേട്ടില്ലേ, ആരും ഒന്നിനും ഇറങ്ങി പുറപ്പെടാണ്ടാന്ന്. നമുക്കങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റുമോ? നമ്മുടെ ചോരയാണ്. അവനെ തൊട്ടവന്റെ കൈ വെട്ടണം. എനിക്കിത് കാണാൻ വയ്യ ഡിക്കെ. അവന്റെ കിടപ്പ് കാണാൻ വയ്യ. ആ പയ്യന്റെ നില ഇത്തിരി കഷ്ടത്തിലാശാലതെ. ആരായാലും ശരിക്കൊന്ന് പെരുമാറിയിട്ടുണ്ട്. ഒരു കാലടിച്ച് ഒടിച്ചു കളഞ്ഞു. ഞങ്ങൾ രാവിലെ കണ്ടതുകൊണ്ട് ഭാഗ്യം. ഇല്ലെങ്കിൽ അവിടെ കിടന്ന് ചത്തേനെ. സത്യം പറഞ്ഞ ഞങ്ങൾ എന്നും അതുവഴിയല്ല നടക്കാൻ പോകുന്നത്. ഇന്നെന്തോ അതുവഴി നടക്കാൻ ദേവി തോന്നിച്ചു. അല്ല, സുധാകരൻ നായർ ഈ വിവരം വല്ലതും അറിഞ്ഞു? ഇന്നലെ തൊട്ടേ ഗോകുലിനെ കാണാനില്ലെന്നുള്ള വാർത്ത അറിഞ്ഞ് അതിന്റെ അന്വേഷണത്തിലായിരുന്നു. ഇപ്പൊ കുറച്ചു മുമ്പേ ആണല്ലോ വിവരം അറിഞ്ഞത്. നിങ്ങൾ വരുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് പോയതാ. ഇപ്പൊ അങ്ങ് എത്തിക്കാണും. ആ ചെക്കനെ ആരൊക്കെയോ ചേർന്ന് തല്ലിയാണെന്ന് തോന്നുന്നു. ദേ, മരുമകനോടൊന്ന് സൂക്ഷിക്കാൻ പറഞ്ഞേക്ക്. കാലം വല്ലാത്തതാ. ഞങ്ങൾ ഈ കാര്യം ഇവിടെ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാ. എന്തായാലും വിവരം അറിഞ്ഞ് സുധാകരൻ നായർ ആശുപത്രിയിലേക്ക് പോയല്ലോ. എന്നാലും നിങ്ങൾ തന്നെ ഗോകുലിനെ കണ്ടെത്തിയത് നന്നായി. അല്ലെങ്കിൽ പിന്നെ എന്താകുമായിരുന്നു അവസ്ഥ? ദൈവത്തിന് ഓരോ തീരുമാനങ്ങളുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അതിൽ നടന്നു പോകാനും ഈ കാഴ്ച കാണാനും അവനെ രക്ഷിക്കാനും സാധിക്കുമായിരുന്നു. അപ്പോൾ തന്നെ ആശുപത്രി എത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ആശാലത്. പോവാ. ആരായിരിക്കും അവന്റെ കാല് തല്ലി ഓടിച്ചത്? എനിക്ക് ഹോസ്പിറ്റലിൽ പോയി ഗോകുലിനെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ടായിരുന്നു. അവനെ നന്നായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കാലിന് ചിലപ്പോ കമ്പിയിടേണ്ടി വരുമെന്ന ഡോക്ടർ പറഞ്ഞു. ഈശ്വര, അങ്ങനെയൊന്നും വരുത്താതിരുന്നാ മതിയായിരുന്നു. ജ്യോതി, നമുക്കൊന്ന് പോയാലോ? പോം. ആരാ? ഇതവനാ, ആ വിഘ്നേഷ്. ജ്യോതിമാ. എടാ ദ്രോഹി, നീ ഞങ്ങളുടെ ഗോകുലിനെ. ജ്യോതിമാ, ഹാപ്പി ആർക്കാ? ഹോസ്പിറ്റലിൽ പോയിരുന്നോ? ഗോകുലിന് സുഖമല്ലേ ജ്യോതിമാ? നീ ജയിച്ചു എന്ന് കരുതണ്ട. ഡിക്ക് വളർത്തിയ കുട്ടി അവൻ. അവനെ തൊട്ട് കളിച്ചിട്ട് രക്ഷപ്പെടാൻ നീ വിചാരിക്കണ്ട. ഡിക്ക് നിന്നെ വെറുതെ വിടില്ല. നീ നോക്കിക്കോ. ഇതൊരു തുടക്കം മാത്രമാണ് ജ്യോതിമാ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് കാഴ്ചകൾ ഇനി ഇതുപോലെ കാണേണ്ടി വരും. ഇനിയുണ്ടല്ലോ DKക്ക് മക്കൾ. അവരെയും ഞാൻ ഇതുപോലെ നോക്കിക്കോളാം. നീ എന്താ ഭീഷണിപ്പെടുത്താണോ? നിന്റെ ഭീഷണിയൊന്നും ഇനി വേണ്ട. നീ നോക്കിക്കോ. നിന്റെ നാശത്തിനോ നീ ഗോകുലിന്റെ ദേഹത്ത് തൊട്ടത്. എന്റെ നാശത്തിനോ? എന്റെ നാശമല്ലേ. അതും സ്വപ്നം കണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം ജ്യോതിമാ. പക്ഷേ അത് നടക്കില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അത് ഞാൻ തന്നെ വിചാരിക്കണം. ഇനി നീ രക്ഷപ്പെടില്ല. ഡിക്ക് നിന്നെ വെച്ചേക്കില്ല. ഡിക്കയുടെ നെഞ്ചിനിട്ട നീ വെട്ടിയത്. അതിന് ഡിക്ക് പകരം തന്നിരിക്കും. ആയുധവുമായി എന്നെ കൊല്ലാൻ ഭർത്താവിനെ പറഞ്ഞു വിടുമെന്നാണോ? ഡിക്കയ്ക്ക് ആയുധവും? ഡിക്കയ്ക്ക് ഒരായുധവും വേണ്ടടാ. നിന്നെ ഇല്ലാതാക്കണമെന്ന് ഡിക്ക് മനസ്സിലൊന്ന് വിചാരിച്ചാ മതി. അത് പിന്നെ ഡിക്ക് നടപ്പിലാക്കിയിരിക്കും. വെച്ചിട്ട് പോടാ.
പേടിയാവുന്നു. വിഘ്നേഷ് ഇതിങ്ങനെ തുടർന്ന എന്ത് ചെയ്യാനാ? ഇനി അവൻ ബാക്കിയുള്ളവരെയും കൂടി ഉപദ്രവിക്കോ? പേടിച്ചിട്ടൊന്നും കാര്യമില്ല സുപ്രിയ. വരുന്നത് പോലെ നേരിട്ടല്ലേ പറ്റൂ. ഇനി ഈ വീട്ടിൽ ആർക്കും ഒരു കുഴപ്പം പറ്റാതെ ഇത് തടഞ്ഞേ പറ്റൂ. അത് DK കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതുകൊള്ളാം. രണ്ടുപേരും കൂടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതിന് അടി കൊണ്ടത് എനിക്ക്, വിഷമം മുഴുവൻ നിങ്ങൾക്കും. എനിക്കൊന്നും ഇല്ല ശ്രീയേട്ടാ. എടാ ബാലു, നീ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഒരു കാലിലുള്ള ഒടുവെന്നൊക്കെ പറഞ്ഞാ അതൊക്കെ അങ്ങ് പെട്ടെന്ന് ശരിയാവില്ലേ? ഈ കാല് എന്നും ഒന്നും ഇങ്ങനെ ഇരിക്കില്ല. ഇതൊരു 2 മാസം കഴിയുമ്പോൾ റെഡിയാവും. ഈ കാലുകൊണ്ട് നമ്മൾ ചവിട്ടി അവന്റെ അടപ്പൂരത്തില്ലേ, അവർക്കിതെല്ലാം തിരിച്ചു കൊടുക്കാം. കിട്ടിയതെല്ലാം നമുക്ക് തിരിച്ചു കൊടുക്കാം. എന്നാലും നീ അന്നേരം ഞങ്ങളുടെ അടുത്തുനിന്ന് ഒറ്റയ്ക്ക് പോയതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ആ സമയത്ത് ആരാ നിന്നെ ഫോണിൽ വിളിച്ചത്? ആര് വിളിച്ചിട്ടാ നീ പോയത്? അത് പിന്നെ ഒരു പഴയ സുഹൃത്ത് വിളിച്ചോണ്ടാ ഞാൻ പോയത്. അവനെ കാണാൻ പോയതാ. പോയ വഴിക്കാ അവരെന്നെ തട്ടിക്കൊണ്ട് പോയത്. ഏത് പഴയ സുഹൃത്ത്? ഞങ്ങളറിയാത്ത പഴയ സുഹൃത്ത്? അത് പിന്നെ എൻ്റെ കൂടെ പഠിച്ച എല്ലാവരും നിങ്ങൾക്കറിയോ? നമ്മളോട് പഠിച്ച എല്ലാരെയും ശ്രീയേട്ടൻ അറിയോ? എടാ, നീ എന്തൊക്കെയായി പറയുന്നേ? നീ എന്താ ഞങ്ങളെ കളിയാക്ക? നീ എന്ത് പറഞ്ഞാലും ആ വിഘ്നേഷിനിട്ട് ഞങ്ങൾ പൊട്ടിക്കും. ഞങ്ങൾ അവനെ വെറുതെ വിടത്തില്ല. പൊട്ടിക്കാം, അതിനൊക്കെ സമയമുണ്ടല്ലോ. എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. എന്നാലും നിന്നെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റൂടാ? അവനോട് ഞങ്ങൾ ഈ ജന്മത്ത് ക്ഷമിക്കത്തില്ല. നമ്മൾ 3 പേരിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അതൊരുപോലെ തന്നെയാ. അതിനൊരേ വേദനയാ. അതെന്താണെന്ന് ആ വിഘ്നേഷിന് മനസ്സിലാക്കി കൊടുക്കണം. നല്ല പോലെ മനസ്സിലാക്കി കൊടുക്കാം. അതിനൊന്നും ഒരു സംശയവും വേണ്ട. നല്ല വെള്ളക്കടലാസിൽ കറുത്ത മഷി കൊണ്ട് വടിവൊത്ത അക്ഷരത്തിൽ എഴുതി കാണിച്ച് അടിച്ചവന്റെ ഇടപാട് നമുക്ക് തീർക്കാം. എന്താ പോരെ? ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല. അവനൊരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാ ഇപ്പോ. അവന്റെ നെഞ്ചത്തന്ന് ചവിട്ടിയന്റെ പ്രതികാരമായിട്ടാ അവനെന്റെ കാല് തല്ലി ഓടിച്ചത്. ഇതൊന്ന് ശരിയാവുന്നതിന് മുമ്പേ അടുത്തത് തുടങ്ങി വെക്കണ്ട. അവൻ ഇനിയും വരും. നമ്മുടെ ഓരോരുത്തരുടെയും പിന്നാലെ വരും. നീ എന്താ ഈ പറയുന്നത്? അതെ, നമ്മുടെ കുടുംബത്തിന്റെ അടിവേരറക്കൂന്ന അവൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അടിവേരറക്കാൻ അവനെങ്ങ് വരട്ടെ. അവന്റെ കുടല് നമ്മൾ ഇറക്കും. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടായിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നമ്മൾ ഈ തിരിച്ചടിക്കണം എന്ന് പറയുമ്പോഴും പ്രശ്നങ്ങൾ വളരെ വലുതായി പോകുന്നേ ഉള്ളൂ. ഈ പ്രശ്നത്തിന് ശാശ്വതമായൊരു പരിഹാരമാണ് ആവശ്യം. DKയുടെ കുടുംബം വേറെടുത്ത് നശിപ്പിക്കാൻ വന്നവനാ അവൻ. ഇല്ലെങ്കിൽ അവനെപ്പോലെ ഒരാൾ ഇവിടെ വന്ന് ഇത്രയും നാൾ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ രണ്ടും കൽപ്പിച്ച് തന്നെ. അവന്റെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അതെനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് അവനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. നമ്മളായിട്ട് ഒന്നിനും ഇറങ്ങി പുറപ്പെടണ്ട. DK എല്ലാത്തിനുള്ള വഴി കണ്ടെത്തിക്കോളൂ. അങ്ങനെ എല്ലാം DKയുടെ തല കയറ്റി വെച്ചിട്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റുമോ? DK നിൽക്കുമ്പോ DKയുടെ മുന്നിൽ നിന്നല്ലേ പറ്റൂ. DK കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. DK വളർത്തിയ കുട്ടികളെ നമ്മള്. DKയുടെ ദേഹത്ത് ഒരു പോറല് പോലും ഏൽക്കാൻ നമ്മൾ സമ്മതിക്കില്ല. ഒരല്ലലും അറിയിക്കാതെ, ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ നമ്മളെ വളർത്തി വലുതാക്കി ഈ നിലയിലാക്കിയത് DK. ആ DK ഇല്ലാതാക്കാൻ ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു വന്നാൽ അതും കണ്ട് കൈയും കെട്ടി നോക്കി നിൽക്കാൻ നമുക്ക് പറ്റില്ല. അവനെ കൊന്നിട്ട് നമ്മളിൽ ഒരാൾ ജയിലിൽ പോയാലും അത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണെന്ന് കരുതി നമുക്ക് സമാധാനിക്കാം. കൊല്ലണോ അവനെ? നീ ഒന്ന് അടങ്ങ് ബാലു.
ഇവിടെ ശത്രുവിനെ നേരിടാൻ ശക്തിയല്ല, ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്. DKയുടെ കൂടെ നിന്ന് അവനെ നേരിടണം. എന്തായാലും ആദ്യം അവന്റെ കാലൊന്ന് നേരെയായി വരട്ടെ. ഈ കാലുകൊണ്ട് തന്നെ അവന്റെ നെഞ്ചത്ത് ചവിട്ടണം. ചവിട്ടിക്ക് നിന്നെ കൊണ്ട് ഞാൻ. ഹിറ്റ്ലറിന്റെ മനസ്സിലെ സങ്കടം എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റുള്ളൂ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. അതിന്റെ പേരിൽ ഇങ്ങനെ ടെൻഷനായിട്ട് എന്താ കാര്യം? ഹിറ്റ്ലറേയും ഈ രാത്രി അതിന്റെ വഴിക്ക് അങ്ങ് പോവും. നാളെ നേരം വെളുക്കും, പകലും പോവും, പിന്നെയും രാത്രി വരും. സങ്കടങ്ങളൊക്കെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് സമാധാനിക്ക്.